നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് സെൻറ്ററിങ് ചെയ്ത് ആരംഭിക്കാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ തന്നെ ധ്യാനം തുടരുക. ഓക്കെ. ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. നമുക്ക് ഡിസ്കഷൻ ആരംഭിക്കാം. ചാന്തോക്യ ഉപനിഷത്തിലെ 2ാമത്തെ ചാപ്റ്ററിലെ 12ാമത്തെ ഖണ്ഡം അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 1ാമത്തെ ശ്ലോകം. അഭിമന്ഥതി സ ഹിങ്കാരോ ധൂമോ ജായത്തെ സ പ്രസ്താവോ ജ്വലതി സ ഉദ്ഗീതോ അങ്കാര ഭവന്തി സ പ്രതിഹാര ഉപശമ്യതി തന്നിധനം സംശാമ്യതി തന്നിധനം ഏതദ് രഥന്തരമഗ്നൗ പ്രോതം. ഒരുവൻ തീ ഉത്പാദിപ്പിക്കുന്ന വടികൾ ഉരയ്ക്കുമ്പോൾ അത് ഒരു ഹിങ്കാരമാണ്. പുക ഉദ്ഭവിക്കുമ്പോൾ അതൊരു പ്രസ്താവമാണ്. അത് ജ്വലിക്കുമ്പോൾ അത് ഉദ്ഗീതമാണ്. കൽക്കരി ഉണ്ടാകുമ്പോൾ അത് പ്രതിഹാരമാണ്. അത് ഇല്ലാതാകുന്നു, അത് നിധനമാണ്. അത് പൂർണ്ണമായും ഇല്ലാതാകുന്നു, അത് ഒരു നിധനമാണ്. ഇതാണ് തീയിൽ നിന്നും നെയ്തെടുത്ത രഥന്തരം. 2ാമത്തെ ശ്ലോകം. സ ഏവമേതദ് രഥന്തരമഗ്നൗ പ്രോതം വേദ ബ്രഹ്മവർച്ചസ്തന്നാദോ ഭവതി സർവമാവിരേതി ജോഗ് ജീവതി മഹാൻ പ്രജയാ പശുഭിർഭവതി മഹാൻ കീർത്തിയ ന പ്രത്യങ്ങഗ്നിമാചാമേന്ന നിഷ്ഠീവേത്തദ് വ്രതം. തീയിൽ നെയ്ത് എടുത്ത ഈ രഥന്തരത്തെ അറിയുന്നവൻ ഭക്ഷണം ഭക്ഷിക്കുന്നവനാകുന്നു. അവൻ പരിശുദ്ധ ജ്ഞാനത്തിൽ പ്രഗത്ഭനാകുന്നു. ജീവിതത്തിൻ്റെ പൂർണ്ണ കാലയളവ് ജീവിക്കുന്നു. നീണ്ടകാലം ജീവിക്കുന്നു. പുത്രന്മാരിൽ മഹാനാകുന്നു. കന്നുകാലികളിലും പ്രശസ്തിയിലും മഹാനാകുന്നു. ഒരുവൻ രുചിച്ചതിനു ശേഷം അഗ്നിയിലേക്ക് തുപ്പരുത്. ഇതാണ് അവൻ്റെ നിയമം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മെറ്റീരിയലായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മൾക്ക് ആധ്യാത്മികമായിട്ട് ഉയരാനുള്ള ഒരു പ്രതീകമായിട്ടാണ് അഗ്നിയെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ 2 മരത്തിൻ്റെ വടികൾ ഉരയ്ക്കുമ്പോൾ അതിൽ നിന്ന് തീ ഉൽപ്പാദിപ്പിക്കുന്നു. മെറ്റീരിയൽ കോസാണ്. പക്ഷേ അതിൽ നിന്നും അഗ്നി ഉണ്ടാവുന്നു. ആ അഗ്നി ജ്വലിച്ചതിന് ശേഷം ആ അഗ്നി തന്നെ ആ വടികളെ ചാരമാക്കി മാറ്റുന്നു. അപ്പോൾ അവിടെ പുകയുണ്ടാവുന്നത് ചാരം ഉണ്ടാവുന്നു. ചാരം ആയിട്ടത് മാറുന്നു. അഗ്നി ക്രമേണ ഇല്ലാണ്ടാവുന്നു. പക്ഷേ ചാരം അവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമ്മുടെ എല്ലാവിധ കർമ്മങ്ങൾക്കും ഊർജം നൽകുന്നത് നമ്മുടെ യഥാർത്ഥ എസെൻസ് ആയിട്ടുള്ള പ്രാണസ്യ പ്രാണനാണ്. ലൈഫ് ഓഫ് ലൈഫ്, ജീവൻ്റെ ജലം. ആ പ്രാണസ്യ പ്രാണൻ യഥാർത്ഥത്തിൽ ആ ദിവ്യതയുടെ എസെൻസ് തന്നെയാണ്. ആ പൂർണ്ണതയുടെ എസെൻസ് തന്നെയാണ്. അത് വൈബ്രേഷൻ ഇല്ലാത്ത വൈബ്രേഷൻ എന്നെല്ലാം പറയാം. എല്ലാ അറിവുകളുടെയും സംഗ്രഹം. അക്വാവിറ്റി ഓഫ് ലൈഫ് എന്നാണ് ചാരുജി മഹാരാജ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. പൂർണ്ണ സ്നേഹം. അവിടെ നിന്നും വൈബ്രേഷൻസ് ഉണ്ടാവുന്നതോട് കൂടിയിട്ട് ക്രിയേഷൻ തുടങ്ങുകയാണ്. അപ്പോൾ ഫിസിക്സിൽ അതിന് ഈവൻസ് എന്ന് പറയുന്നു. അപ്പോൾ ഈവൻസിൻ്റെ ഫ്രീക്വൻസി
ക്രമേണ കുറഞ്ഞു വരുമ്പോൾ അത് മെറ്റീരിയൽ മാനിഫെസ്റ്റേഷൻ മാറ്ററായിട്ട് മാറുന്നു. അപ്പോൾ ഇത് ക്വാണ്ടം ഫിസിക്സും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം വൈബ്രേഷനാണ്. ഏറ്റവും സ്ഥൂലമായിട്ട് കാണുന്ന വസ്തുവും അതിസൂക്ഷ്മമായിട്ടുള്ള എനർജിയും അതിനേക്കാളും സൂക്ഷ്മമായിട്ടുള്ള ചിന്തകളും എല്ലാം പല വൈബ്രേറ്ററി ലെവൽസ് തന്നെയാണ്. അപ്പോൾ സ്ഥൂലമായിട്ടുള്ള തലത്തിൻ്റെ ആധാരം സൂക്ഷ്മതയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഈ ലോകത്തിൽ സ്ഥൂലമായിട്ടുള്ള വസ്തുക്കൾ കാണുന്നത് ജാഗ്രത അവസ്ഥയിലാണ്. അപ്പോൾ കാരണം ഇവിടെ നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്നത് പഞ്ചഭൂതങ്ങളുടെ തലത്തിലാണ്. ആ മാറ്ററിൽ നമ്മുടെ പെർസെപ്ഷൻ നിൽക്കുകയാണ്. അതിനേക്കാളും ഉയർന്ന തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇവിടെ എല്ലാം ഒബ്സർവബിൾ ലോകമാണ്, ഒബ്ജക്റ്റീവ് ലോകം, മെഷറബിളാണ്. അതിനേക്കാളും ഉയർന്ന തത്വമായിട്ടുള്ള എനർജി മെഷർ ചെയ്യാൻ നമ്മുടെ ഈ മാറ്റർ കൊണ്ട് സാധിക്കില്ല. അതുപോലെ തന്നെ എനർജീനേക്കാളും ഉയർന്ന വൈബ്രേഷനായിട്ടുള്ള മനസ്സിനെ എനർജി കൊണ്ട് മെഷർ ചെയ്യാൻ സാധിക്കില്ല. ഏറ്റവും ഉയർന്ന വൈബ്രേഷനായിട്ടുള്ള ഈശ്വരനെ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുമോ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതാണ് സബ്ജക്റ്റീവായിട്ടുള്ള അറിവുകളെന്ന് പറയുന്നത്. നമുക്കൊരിക്കലും മെഷർ ചെയ്യാൻ പറ്റില്ല. ഒരാളുടെ സ്നേഹം, വിശ്വാസം, അയാൾ അനുഭവിക്കുന്ന വേദന, ഇതൊന്നും മെഷർ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇതൊക്കെ ഇമ്മഷറബിളായിട്ട് സബ്ജക്റ്റീവായിട്ടുള്ള വൈബ്രേഷൻസാണ്. പക്ഷേ തീർച്ചയായിട്ടും അവിടെ വൈബ്രേഷൻസ് ഉണ്ട്. കാരണം വേദന അനുഭവിക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ആ തോട്ട് പ്രോസസ്സ് അടുത്തുള്ള ആൾക്കാരെ ബാധിക്കുന്നു, ആ അന്തരീക്ഷത്തെ ബാധിക്കുന്നു, ആ വീടിനെ ബാധിക്കുന്നു. നമ്മൾ പറയും അന്തരീക്ഷം വളരെ ഗ്രോസാണ്, ഭാരമേറിയതാണ് എന്ന് നമുക്ക് തോന്നി. നേരെ മറിച്ച് ആനന്ദം അനുഭവിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ചെന്നാലോ ആ ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നു, നമുക്ക് ഉടനെ ഫീൽ ചെയ്യുന്നു. അതാണ് വൈബ്രേഷൻസ് അന്തരീക്ഷത്തെ മാറ്റുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഉദാഹരണത്തിലൂടെ ചാന്തോക്യ ഉപനിഷത്ത് നമുക്ക് കാണിച്ചു തരുന്നു പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള പ്രവർത്തികൾ നമ്മൾ ശരിയായിട്ടുള്ള ആ ആറ്റിറ്റ്യൂഡ് കൂടിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൈബ്രേറ്ററി തലത്തിൽ ഉയരാൻ സാധിക്കും. അവിടെയാണ് നമ്മുടെ സ്പിരിച്വൽ പ്രാക്ടീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ കാണുന്ന സ്ഥൂലമായിട്ടുള്ള ഈ ലോകം എവിടെ നിന്നുണ്ടായി? അതൊക്കെ ആ വൈബ്രേഷൻസ് നമ്മൾ സ്ഥൂലമാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആധാരം എവിടെയാണ്? ഈ സ്ഥൂലമായിട്ടുള്ള ഈ യൂണിവേഴ്സിന് ആധാരമായിട്ട് ഇതിനേക്കാളും സൂക്ഷ്മമായിട്ടുള്ള വൈബ്രേഷൻസ് ഉണ്ട്, എനർജി ഉണ്ട്. എനർജിക്ക് ആധാരമായിട്ട് അതിനേക്കാളും സൂക്ഷ്മമായിട്ടുള്ള മനസ്സിലുണ്ടാവുന്ന മുദ്രണങ്ങളുണ്ട്. അപ്പോൾ സഹജമാർഗത്തിൽ മുദ്രണങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഈ ഗ്രോസ് ആയിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ ഒറിജിൻ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ, നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്ന മണ്ഡലത്തെയാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. അത് ഇമ്മഷറബിളാണ്. അവിടെ നമ്മൾ തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള മുദ്രണങ്ങൾ, അത് നമ്മൾ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യണം. അതാണ് മുൻവിധികളും പാസ്റ്റുമൊക്കെ ആയിട്ട് ലോകത്തിൽ പ്രകടം. അതുകൊണ്ട് ഇതിന് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ചില സമയത്ത് സ്നേഹത്തിൻ്റെ അനുഭവം ഉണ്ടാവുന്നു, നമുക്ക് ഉള്ളിൽ ആ ഒരു പ്രാർത്ഥനാഭാവം ജനിക്കുന്നു, മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് വരുന്നു. അപ്പോൾ നമ്മുടെ വൈബ്രേഷൻ ഉടനെ ഉയരുകയാണ്. നമുക്ക് തോന്നും വളരെയധികം ശാന്തത ലഭിച്ചു, സമാധാനമായി. പക്ഷേ ആ സമാധാനം നൈമിഷികമാണ്. കാരണം നമ്മുടെ വൈബ്രേറ്ററി ലെവൽ ലോവർ കോൺഷ്യസ്നസ് ആണ്. നമ്മൾ തിരിച്ച് വേഗം കടന്നെ വരും. അതാണ് ഇവിടെ ചാന്തോക്യ ഉപനിഷത്തിൽ പറയുന്നത്. ആ തീ കത്തുമ്പോൾ തന്നെ അവിടെ പുകയുണ്ടാവുന്നുണ്ട്, അവിടെ ഇമോഷൻസ് ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്നേഹം ഇമോഷണലാക്കി മാറ്റണം. ശരിക്കുള്ള പ്യുവറായിട്ടുള്ള സ്നേഹം നമുക്ക് പറ്റുന്നില്ല, സാധിക്കുന്നില്ല. ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും എന്തെങ്കിലും നമുക്ക് വിപരീതമായിട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ, നമ്മുടെ സ്വാർത്ഥ ചിന്തയ്ക്ക് വിപരീതമായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന സ്നേഹം അവിടെ ഇല്ലാണ്ടേ മാറുന്നു. സ്നേഹം നമ്മളെ സ്വതന്ത്രമാക്കണം. സ്നേഹം ലഭിക്കുന്നവനും കൊടുക്കുന്നവനും സ്വാതന്ത്ര്യം ലഭിക്കണം. അല്ലെങ്കിൽ അവിടെ സ്നേഹമില്ല, അവിടെ സെൽഫിഷ്നെസ്സാണ്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിജി പറയുന്നത് ഒപ്രസറും ഒപ്രസ്ഡും രണ്ടുപേരും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല, രണ്ടുപേരും ഫ്രീ അല്ലാന്ന്. അതുകൊണ്ടാണ് അഹിംസാ സിദ്ധാന്തം മഹാത്മാഗാന്ധിജി പറഞ്ഞത്. ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നാം, പക്ഷേ വളരെ സിമ്പിളാണ്. ഒപ്രസർ എങ്ങനെയാണ് ഒപ്രസ്ഡിനെ സപ്രസ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് സപ്രസ് ചെയ്യുന്നത്? കാരണം പുറമേ ഡിപ്പെൻഡൻ്റ് ആണ്. ഈ ലോകമില്ലെങ്കിൽ, ഞാൻ ഭരിക്കുന്ന ആൾക്കാരില്ലെങ്കിൽ എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. എൻ്റെ ശക്തി മുഴുവൻ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർ പേഷ്യൻസിന് നോക്കുമ്പോൾ പേഷ്യൻസാണ് പ്രധാനം. പേഷ്യൻസ് ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ ശക്തി ആർക്ക് കൊടുത്തത്? പേഷ്യൻസ് കൊടുത്തു. പൈസ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്യുന്നു? പൈസേനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ശരീരമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ശരീരത്തിനെ ആശ്രയിക്കുന്നു. അപ്പോൾ നമ്മൾ ഫ്രീഡം ഇല്ല. ഇവിടെ നിന്നും ഫ്രീഡം ലഭിക്കണമെങ്കിൽ നമ്മൾ ആന്തരികമായിട്ട് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ള സ്ഥൂലതകളെ നമ്മൾ എടുത്തു കളയേണ്ട ആവശ്യമാണ്. അതാണ് സഹജമാർഗത്തിൽ ശുദ്ധീകരണം എന്ന് പറയുന്നത്. പുറമേ എന്തൊക്കെ രീതിയിൽ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചാലും മനസ്സിനെ നമുക്ക് ഉയർത്താൻ സാധിക്കില്ല. നമുക്ക് മാറണം എന്നുണ്ട്, ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണം എന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. കാരണം ഉള്ളിൽ
ഗ്രോസ്നെസ് ഉണ്ട്, ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ ഭാരമുണ്ട്. അവിടെയാണ് ശുദ്ധീകരണം സംഭവിക്കേണ്ടത്. അപ്പോൾ അതൊരു വലിയ പ്രോസസ്സാണ്. അതിനാണ് നമ്മൾ തപസ് എന്നൊക്കെ പറയുന്നത്. ഉള്ളിലുള്ള ഈ ഗ്രോസ്നെസ്സിനെ മെൽറ്റ് ചെയ്ത് കളയുക, പ്യൂരിഫൈ ചെയ്യുക. പ്യൂരിഫൈ ചെയ്യുന്നതിന് ശക്തി എവിടുന്നാണ് വരുന്നത്? നമ്മുടെ ഉള്ളിലുള്ള പ്രാണനിൽ നിന്നും വരും. അപ്പോൾ അഗ്നിക്ക് ഒരു മരത്തിനെ ചാരമാക്കി കളയാൻ പറ്റും. ഇവിടെ ചാരം അവിടെ നിൽക്കുകയാണ്, കാർബൺ അവിടെ നിൽക്കുകയാണ്, അത് അവിടെ നിന്ന് പോകുന്നില്ല. ആ ഭൗതികതയും മുഴുവൻ ചാമ്പലാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു അഗ്നിയെ പറ്റിയിട്ട് ചിന്തിച്ച് നോക്കും. ഇപ്പോൾ ബാബുജി മഹാരാജ് ഭക്തിയുടെ 3 തലത്തിലുള്ള സ്റ്റേജസ് ഭക്തന്മാരെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് ഈ തരത്തിൽ ഫയർ വുഡ് കൊണ്ട് ഉണ്ടാക്കുന്ന തീ. അപ്പോൾ അതിനേക്കാളും ഏറ്റവും ഹയസ്റ്റ് തലം എന്നുള്ള ഇലക്ട്രിക് ഹീറ്റർ എന്നാണ് ബാബുജി മഹാരാജ് പറഞ്ഞത്. അവിടെ പുകയില്ല, ചൂടുണ്ട്, വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഇൻഡക്ഷൻ ഹീറ്ററൊക്കെ നോക്കിയാൽ അവിടെ ചൂടുണ്ട്, വെള്ളം തിളയ്ക്കുന്നു, പക്ഷേ പുകയൊന്നുമില്ല. അപ്പോൾ അതാണ് ഹയസ്റ്റ് ഭക്തന് ഇമോഷൻസ് ഇല്ല. ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ വികാരഭരിതനാവുന്നില്ല, പ്രകടനങ്ങളില്ല. സ്നേഹം ഫ്രീഡം നൽകുന്നു, എല്ലാ സ്ഥലത്തും അനുഭവിക്കുന്നു. ഡിസ്റ്റൻസ് ബാധകമല്ല, സമയം ബാധകമല്ല, ജന്മവും ബാധകമല്ല. ജന്മജന്മാന്തരം നിലനിൽക്കുന്നതാണ് യഥാർത്ഥത്തിൽ ആ ഉണ്മ. അത് ഭൗതികതയിൽ ഡിപ്പെൻഡൻ്റേ ചെയ്യുന്നില്ല. അപ്പോൾ ശരിക്കുള്ള നമ്മുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ തരത്തിൽ താഴേക്കുള്ള വൈബ്രേഷൻസിൽ വീണ് പോകരുത്. അപ്പോഴേ നമുക്ക് ശരിക്കുള്ള മോക്ഷം ലഭിച്ചു എന്നൊക്കെ പറയാൻ സാധിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഡിപ്പെൻഡൻ്റാണ്. അപ്പോൾ ഈ എല്ലാ തലങ്ങളെയും നമ്മൾ മറികടന്ന് ശരിയായിട്ടുള്ള ആ നോളജിൽ മാസ്റ്ററിൽ മാത്രം, യഥാർത്ഥത്തിൽ കേന്ദ്രത്തിൽ മാത്രം ഡിപ്പെൻഡൻ്റ് ആയിരിക്കുമ്പോൾ, പ്രാണനിൽ മാത്രം ഡിപ്പെൻഡൻ്റ് ആയിരിക്കുമ്പോൾ മാത്രമേ ആ പൂർണ്ണമായിട്ടുള്ള ആ ലിബറേഷൻ സാധ്യമാവുള്ളൂ. ഇപ്പോൾ ലാലാജി മഹാരാജ് ബക്ക എന്ന് പറയും. അതായത് നമ്മുടെ സെൽഫ് പൂർണ്ണമായിട്ടും സാക്രിഫൈസ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റേജ്. അവിടെ ഈശ്വരൻ മാത്രമുണ്ട്, അവിടെ ഈഗോ ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ്. അങ്ങനെയൊരു വ്യക്തി അവിടെ സംസാരിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ അവിടെ ഈശ്വരൻ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതാണ് ദൈവം മനുഷ്യരൂപേണ എന്ന് പറയുന്നത്. അതാണ് മാസ്റ്റർ എന്നത്. മാസ്റ്റർ ആ ശബ്ദത്തിൻ്റെ, ആ പ്രാണൻ്റെ പ്രതീകമാണ്. മാസ്റ്റർക്ക് ഈ ഇമോഷണലായിട്ടുള്ള തരത്തിലുള്ള ഒരിക്കലും എഫക്റ്റ് ഉണ്ടാവുന്നില്ല. എപ്പോഴും ആ സ്ഥിരമായിട്ടുള്ള ആ ബാലൻസ്ഡ് അവസ്ഥയിൽ ഇരിക്കുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അകർമ്മത്തിലിരിക്കുന്ന പോലെ തോന്നും. ബാബുജി മഹാരാജ് ഒരിക്കൽ ഇപ്പോൾ ഒരു ഫോറിൻ കൺട്രിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവിടെയുള്ള അഭ്യാസികളൊക്കെ കരയാണ്. ബാബുജി മഹാരാജ് ഇങ്ങനെ ശാന്തനായിരിക്കുന്നുണ്ട്. അപ്പോൾ ചാരിജി മഹാരാജ് ബാബുജി മഹാരാജിനോട് ചോദിച്ചു, അങ്ങക്ക് എന്താ ഒന്നും തോന്നുന്നില്ലേ, ഇത്രയും കരയുന്ന അങ്ങക്ക് എന്താ ഒന്നും തോന്നാത്തത്, ഫീലിംഗ് ഇല്ലാത്തത്? അപ്പോൾ ബാബുജി മഹാരാജ് പറഞ്ഞു, വാട്ട് ഐ ആം ഹാവിങ് ഇസ് ഫീലിംഗ്, വാട്ട് ദേ ആർ ഹാവിങ് ഇസ് ഇമോഷൻ. ഫീലിംഗ് ഇസ് ഫയർ ആൻഡ് ഇമോഷൻ ഇസ് സ്മോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഇമോഷൻ പ്രകടമാകുമ്പോൾ അവിടെ ഒരു അഹംബോധത്തിൻ്റെ ഒരു ടച്ച് ഉണ്ട് അവിടെ. നേരെ മറിച്ച് യഥാർത്ഥ ഫീലിംഗ് ആത്മാവിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുന്നു. അവിടെ ഇമോഷൻസ് നമ്മളെ കളങ്കപ്പെടുത്തുന്നില്ല. ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഊർജ്ജം കൂടുതൽ ലഭിക്കുന്നു. ഫീലിംഗുള്ള ഒരാൾ കൂടുതൽ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു, ആരോഗ്യത്തോടെ സ്ട്രെങ്ത്തോടെ പ്രവർത്തിക്കുന്നു. അതാണ് ഫീലിങ്ങും ഇമോഷനും തമ്മിലുള്ള വ്യത്യാസം. വേറൊരു എക്സാമ്പിൾ ബാബുജി മഹാരാജ് പറഞ്ഞിട്ടുള്ള, ഒരു പേഷ്യൻ്റ് കിടക്കുമ്പോൾ ഇമോഷണലൊരു സിസ്റ്റർ ആണെങ്കിൽ അതിൻ്റെ അടുത്തിരുന്ന് കരയും, ബലഹീനനാവും, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് ഇമോഷനാണ്. നേരെ മറിച്ചിട്ട് ഫീലിംഗ് ഉള്ള ഒരാളാണെങ്കിലോ എല്ലാം ഉള്ളിൽ ഒതുക്കിയിട്ട് വേണ്ട രീതിയിൽ ചെയ്യുന്നു, അതിൻ്റെ കോൺഫിഡൻസ് ലഭിക്കുന്നു. കാരണം ഫീലിംഗ് നമ്മളെ മാസ്റ്ററിലേക്ക്, നമ്മുടെ ഉള്ളിലുള്ള സെൻറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നു. ആ തരത്തിലൊരു കണക്ഷൻ ലഭിക്കാനാണ് സഹജമാർഗം നമ്മളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും സെൻറ്റർ ചെയ്യുക, മെഡിറ്റേഷനിലൂടെ സെൻറ്റർ ചെയ്യുക, ക്ലീനിങ്ങിലൂടെ പ്രാണൻ്റെ സഹായത്തോടു കൂടി തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ള ലോവർ വൈബ്രേഷൻസ്, അതിനെ നമുക്ക് സ്ഥൂലത എന്ന് പറയാൻ പറ്റുള്ളൂ. ആ വൈബ്രേഷൻസിനെ നമ്മൾ ക്രമേണ അൺവൈൻഡ് ചെയ്ത് കളഞ്ഞ് പ്യൂരിറ്റി കൊണ്ടുവരികയാണ്. ആ പ്യൂരിറ്റി ആൻഡ് സിംപ്ലിസിറ്റി കൊണ്ടുവരികയാണ്. അങ്ങനെ ആ പ്യൂരിറ്റി തന്നെയായിട്ട് മാറുന്നു, വ്യത്യാസമില്ല, പ്യൂരിറ്റി തന്നെയായിട്ട് മാറുന്നു, ആ സിംപ്ലിസിറ്റി തന്നെയായിട്ട് മാറുന്നു. അങ്ങനെയാണ് യഥാർത്ഥത്തിലൊരു ഭക്തൻ്റെ പ്രോഗ്രസ്. സ്നേഹം അനുസ്യൂതമായിട്ട് ഒഴുകുന്നു. അതാണ് നിരന്തര സ്മരണ എന്ന് ബാബുജി മഹാരാജ് പറയുന്നത്. ഒരു തരത്തിലും അഹംബോധം ഇടപെടാതെ സ്നേഹം ഒഴുകാൻ അനുവദിക്കുന്ന ഒരു സ്റ്റേറ്റ്, അതാണ് നിരന്തര സ്മരണ. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്താനാണ് ഛാന്തോഗ്യോപനിഷത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ തീയ് നമ്മുടെ ഉള്ളിൽ ജ്വലിപ്പിച്ചിട്ട് അതിൽ ഒരു തരത്തിലും നമ്മുടെ സംസ്കാരങ്ങൾ ഉണ്ടാവാതെ, ഒരിക്കൽ സംസ്കാരങ്ങൾ ജനിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു ഫയർ ഓഫ് ലവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അതാണ് നിരന്തര സ്മരണ എന്ന് പറഞ്ഞത്. അവൻ നിരന്തര സ്മരണയിലിരിക്കുന്ന ഒരാൾക്ക് സംസ്കാരങ്ങൾ ഉണ്ടാവില്ല. ഈ തീ ആളി കത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള
എല്ലാ വിധത്തിലുള്ള സംസ്കാരങ്ങളും ഉന്മൂലനം ചെയ്യപ്പെടുന്നു. അവിടെ അവശിഷ്ടങ്ങൾ ബാക്കിയിരിക്കുന്നില്ല. ആ ഒരു ചേഞ്ചാണ് നമ്മളിൽ ഈ സാധന നമുക്ക് കൊണ്ടുവരുന്നത്. അത് ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷനിൽ ക്രമേണ മാനിഫെസ്റ്റ് ചെയ്ത് വരാനും തുടങ്ങുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ അവസാനിപ്പിക്കുന്നു. അടുത്ത സെഷൻ വരേക്കും വിടവാങ്ങുന്നു. എല്ലാവരെയും വീണ്ടും ആർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.